ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ വ്ളോഗുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. സ്പെഷ്യൽ വ്ളോഗ് എന്ന് പറയാൻ കാരണം ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് ചെയ്യുന്നത്. ഒരു കോഴിച്ചുടൽ അപാരതയൊക്കെ ആയിട്ട് നല്ല രസകരമായിട്ടുള്ളൊരു ദിവസമായിരുന്നു. എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ടായിരുന്ന ഒരു ദിവസമായിരുന്നു. കുട്ടികളുടെ കളിയും ചിരിയും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ കോഴിച്ചുടൽ അപാരതയും ഒക്കെ ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ഡേ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ കൂടുമ്പോൾ നല്ലൊരു രസമായിരിക്കുമല്ലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എല്ലാവരും ഉണ്ട്. ഞാനിതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ക്ലീനിങ് വ്ളോഗായിട്ട്. അവർ വരുന്നതിന് മുന്നേ ഉള്ള ക്ലീനിങ് വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് മാസങ്ങളെ എല്ലാവരും ഇവിടെ ഉണ്ടാവുമെന്ന്. ഇക്കയുടെ ഉപ്പയും ഉമ്മയും അതുപോലെ ബ്രദേഴ്സും ഒക്കെ ഉണ്ടാവുമെന്ന്. അപ്പം ബ്രദറിൻ്റെ വൈഫാണ് മസാലയൊക്കെ, അൽഫാമിനുള്ള മസാല പുരട്ടി വെക്കുന്നത്. റെഡിയാക്കിയപ്പോൾ ഞാനൊന്ന് പുരട്ടി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാണ്. അപ്പോൾ അത് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു മസാല കൂടെ അവൾ തയ്യാറാക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ഞാൻ ആ ഒരു ചിക്കൻ്റെ കുറച്ച് പാർട്സും പീസൊക്കെ എടുത്തിട്ട് ഒന്ന് കറി വെക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്. അപ്പോൾ മുളകിട്ട കറിയാണ് വെക്കുന്നത്. കുറച്ച് നെയ്ച്ചോറും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോഴേക്ക് അവൾ അതിൻ്റെ സെക്കൻഡ് മാരിനേഷന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കിയിട്ട് അവിടെ ചെയ്തെടുക്കുന്നുണ്ട്. അവൾക്കൊരു ചാനലുണ്ട് കേട്ടോ, സിബൂസ് കോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള. നമുക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവളീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവളെ ചാനലിലേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ആ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ അവൾ ഇതുപോലെ ഇങ്ങനെ പറഞ്ഞു നോക്കും. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചിക്കൻ മുളക് കറിക്ക് വേണ്ടിയിട്ടുള്ള മുളകിടാൻ വേണ്ടിയിട്ടുള്ള ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്, വെളിച്ചെണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോഴേക്കും മോളൊന്ന് വന്നിട്ടുണ്ടായിരുന്നു, അവൾ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ അത് സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്ന സമയത്ത് തന്നെ ഉച്ചയ്ക്കുള്ള മീൻ മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പൊരിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കറിയും ഉപ്പേരിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീനും അതിൻ്റെ ഇടയിലൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചിക്കൻ മുളകിട്ടതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അവളൊന്ന് ചതച്ചെടുത്ത് തരികയാണ്. അപ്പോൾ അത് അവൾ ഷൂട്ട് ചെയ്യുന്നുണ്ട് രംഗം. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിലേക്ക് കറിവേപ്പിലയും ഒക്കെ ഇത് നമ്മൾ സാധാരണ ചിക്കൻ മുളകിടില്ലേ അത് രീതിയിൽ തന്നെയാണ് കറിവേപ്പിലയും ഉള്ളിയും അതുപോലെ സവാളയൊക്കെ ചേർത്തിട്ട് സാധാരണ രീതിയിൽ നോർമൽ ചിക്കൻ മുളകിട്ടതാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ നമ്മൾ അൽഫാമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്ന മല്ലിയിലയുടെ ബാക്കി ഞാൻ എടുത്തു വെക്കാണ്. അതുപോലെ തക്കാളി അന്ന് കൊടുത്തിരുന്ന തക്കാളിയൊക്കെ ബോക്സിലാക്കി വെക്കാണ്. തക്കാളി അതുപോലെ ബാക്കി അതിലുള്ളതൊക്കെ ഒന്ന് ബോക്സിൽ, ചെറുനാരങ്ങയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ബോക്സിലാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തിടണം. അപ്പോൾ ഇന്നിവിടെ തയ്യാറാക്കുന്ന അൽഫാമിൻ്റെ റെസിപ്പി ഞാൻ ആ ഒരു മെത്തേഡിൽ തന്നെയാണ് ഞാൻ മുന്നേ ഒരു ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ് ഇല്ലാത്തവരോട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റുള്ള അൽഫാം റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു മുളകിട്ട കറിയിലേക്ക് മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ മഞ്ഞൾപ്പൊടി, അതുമാതിരി കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് ചിക്കൻ്റെ പീസും ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. അതൊന്നും ഡീറ്റെയിൽഡായിട്ട് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, സാധാരണ മുളകിട്ട കറി തന്നെയാണ്. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയായി. ഇനി മസാല പുരട്ടിയിട്ട് അൽഫാം അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി വൈകുന്നേരമാണ് ബാക്കി പരിപാടികളൊക്കെ. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്ക് ഒരു 4 മണിയൊക്കെ ആയപ്പോഴേക്ക് ഇവർ വന്നു. ഇവരാണ് നമ്മുടെ മെയിൻ ഗസ്റ്റ് കേട്ടോ. നമ്മുടെ ഇക്കയുടെ പെങ്ങളും അളിയനുമാണ്. അളിയൻ ഇപ്പോൾ വന്നിട്ടില്ല. ഇവർ ആദ്യം സ്കൂട്ടിമേൽ കുട്ടികളെയും കൊണ്ട് വന്നതാണ്. അപ്പോൾ അവർ വന്നപ്പോൾ ചോക്കോബാറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവർക്കും ഒന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്. എല്ലാവരും ചോക്കോബാറൊക്കെ തിന്ന് ഇവിടെ ഇങ്ങനെ ചുറ്റുകളിൽ തന്നെ ഇരിക്കുക കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് മാരിപുസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കോഴി ചൂടാനുള്ള പരിപാടി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ കുട്ടികൾ വന്ന ഉടനെ തന്നെ കളിയിൽ ഏർപ്പെട്ടിട്ടുണ്ട്.
അവർ വന്ന ശേഷം പിന്നെ അകത്തേക്ക് കയറിയിട്ടില്ല കേട്ടോ. ഫുള്ള് മുറ്റത്ത് തന്നെ ആയിരുന്നു കളി. ചക്രഷൂവും സൈക്കിളും ഒക്കെ ആയിട്ട് അവിടെ തന്നെ ആയിരുന്നു. ഹായ്, ഇവിടെ കളിക്കുക ഒറ്റക്ക്. ടാറ്റണ്ടാ. ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടോ. അവർ കളിയും ചിരിയും ഒക്കെ ആയിട്ട് നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർ കളിക്കുന്നത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അവരെ കളിയൊക്കെ കാണാൻ നല്ല രസമാണല്ലോ. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. ചക്രഷൂവിൽ നടക്കാൻ പഠിക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇത് അവൻ്റെ ആണ്, എൻ്റെ സിസ്റ്ററിൻ്റെ മോൻ്റെ ചക്രഷൂ ആണ്. അപ്പോൾ അവൻ ഇതിന് നല്ല എക്സ്പേർട്ടാണ്. അതിനിടയിൽ വൈകുന്നേരം ഞങ്ങൾ ഒന്ന് കട്ടൻ ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് കിച്ചണിലോട്ട് വന്നിട്ടുണ്ട്. എന്താ ഇക്കയുടെ സിസ്റ്റർ, ഞങ്ങൾ ഷെമിനെ വിളിക്കാം, ഷെമിക്കും കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ചു. കുട്ടികൾക്കൊന്ന് പഴമൊക്കെ വാട്ടിയിട്ട് തേങ്ങയൊക്കെ ഇട്ട് വാട്ടിയിട്ട് കൊടുക്കുകയും ചെയ്തു. ഇക്ക അപ്പോൾ നെയ്ച്ചോറിനുള്ള അരി ഇല്ലായിരുന്നു, അപ്പോൾ അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇക്ക പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇക്ക കൊണ്ടുവന്ന ശേഷം നിസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഞാൻ നെയ്ച്ചോറിനുള്ള പരിപാടി നോക്കുന്നത്. സിമ്പിളായിട്ടുള്ള നെയ്ച്ചോറാണ്, കാര്യമായിട്ട് ഒന്നും അതിലേക്ക് ചേർക്കുന്നൊന്നുമില്ല. സാധാരണ നമ്മൾ ചെയ്യുന്ന രീതിയിലുള്ള നെയ്ച്ചോറാണ് ചെയ്യുന്നത്. ഉള്ളിയൊക്കെ വാറ്റിയിട്ട് അങ്ങനെ ആവശ്യത്തിനുള്ള വെള്ളവും പട്ടയും ഗ്രാമ്പും ഒക്കെ ചേർത്തിട്ടുള്ള സാധാരണ നെയ്ച്ചോറ്. അപ്പോൾ അതൊന്ന് കുക്കറിലാണ് വെക്കുന്നത് കേട്ടോ. അത് കുറച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് വെക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇവിടെ ഇവർ ചാർക്കോളൊക്കെ കത്തിച്ച് കണലുണ്ടാക്കി എടുക്കുകയാണ്. ഇക്കെൻ്റെ ബ്രദറും അതുപോലെ എൻ്റെ ബ്രദറിൻ്റെ വൈഫുമാണ്. ഷാനു എന്ന് അവളെ വിളിക്കൽ കേട്ടോ. അവർ രണ്ടുപേരും കൂടെയാണ് അതിനുള്ള പരിപാടി നോക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് കത്തി പിടിച്ചിട്ട് കനലുണ്ടാക്കി എടുക്കുകയാണ്. കുട്ടികളൊക്കെ രാത്രിയിലും മുറ്റത്ത് തന്നെയാണ് കേട്ടോ കളി. അപ്പോൾ കണലൊക്കെ ആയിട്ടുണ്ട്. അൽഫാം ചുടാൻ വേണ്ടിയിട്ട് ഗ്രില്ലിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ഇനി ചുട്ടെടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് ആയിട്ടുണ്ട് കേട്ടോ. എല്ലാം 1 മണിക്കൂർ കൊണ്ട് തന്നെ സെറ്റാക്കി. അപ്പോഴേക്കും അളിയന് വന്നിട്ടുണ്ട്. അളിയനും കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അവനെ. നമ്മള് ചിരട്ട കത്തിക്കുക, അതേപോലെ പുറത്തുനിന്ന് കത്തിച്ചാണ് ചിരട്ട. സത്യത്തിൽ നല്ലോണം എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു അന്ന്. പക്ഷെ ഒരാളുടെ കുറവുണ്ടായിരുന്നു കേട്ടോ. ഇക്കയുടെ ചെറിയ അനിയനെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ്റെ ഒരു കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതിൽ. അവന് ഇവിടെ എല്ലാം കണ്ണൂരിലാണ്. അപ്പം അവൻ്റെ ഒരു മിസ്സിങ് മാത്രമാണ്, ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. കുട്ടികൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് സ്ലൈഡ് ഉണ്ടായിരുന്നത്. അതിന്മേൽ നല്ല കളിയാണ്. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് അൽഫാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊക്കെ ഉണ്ടാവും, നല്ല രസം ഉണ്ടാവുള്ളൂ.
ആ ഒരു സമയം ഞാൻ കിച്ചണിലേക്ക് ഓടിപ്പോയിട്ട് മയണൈസിനുള്ളതൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് മുട്ടയില്ലാതെ ഓയിൽ കുറച്ച് ചേർത്ത് കൊണ്ടിട്ടുള്ള ഒരു മയണൈസാണ്. അത് അതേ ഒരു ടേസ്റ്റിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. സാധാരണ മയണൈസിൻ്റെ അതേ ടേസ്റ്റിൽ നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു മയണൈസാണ്. അപ്പോൾ അത് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുള്ളതായിരുന്നു. അതുപോലെ തന്നെ അപ്പോഴേക്ക് നമ്മുടെ നെയ്ച്ചോറും ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. വിസിലൊക്കെ പോയതിന് ശേഷം ഞാനത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നല്ലോണം വെന്ത് ഉടഞ്ഞു പോകും. അപ്പോൾ അത് വെച്ചിട്ട് വേഗം അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേഗം അവിടെയുള്ള കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് കഴുകി വെക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. ലാസ്റ്റ് ട്രിപ്പ് അൽഫാമും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതും കാസ്ട്രോളിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഒരു പ്ലാൻ എന്താണെന്ന് വെച്ചാൽ പുറത്ത് ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാനൊക്കെ ആയിരുന്നു പ്ലാന്. പക്ഷേ അത് നടന്നില്ല. അപ്പോഴേക്കും അവിടെ കുറച്ച് ഗസ്റ്റ് വന്ന് അങ്ങനെ കുറച്ച് ലേറ്റായി. പിന്നെ എന്തായാലും ഇതൊക്കെ ചിക്കനൊക്കെ അകത്തേക്ക് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും ഇനി അകത്തുനിന്ന് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അകത്തുനിന്ന് തന്നെയാണ് കേട്ടോ കഴിക്കുന്നത്. പിന്നെ അതൊക്കെ റെഡിയാക്കി എടുത്ത ശേഷം ഞങ്ങളെല്ലാവരും ഡൈനിങ് ടേബിളിൽ വെച്ചിട്ടാണ് കേട്ടോ പിന്നെ ഭക്ഷണം കഴിച്ചത്. എല്ലാവരും അവിടെ ഇരുന്നു. എല്ലാവരും ഒരുമിച്ച് തന്നെ ആദ്യം ഇവർ ഇരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളും ഇരുന്നു കേട്ടോ. നെയ്ച്ചോറും കറിയും ഒക്കെ അതുപോലെ അങ്ങ് പാത്രത്തോടെ അവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. വേറെ പാത്രത്തിലേക്ക് എടുത്തിട്ടൊന്നുമില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളും കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞെന്നല്ല, അവരുടെ കൂടെ തന്നെ ഞങ്ങളും ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം അവർ പോവാൻ ഇറങ്ങി കേട്ടോ. ഷെമിയും അതുപോലെ അളിയനൊക്കെ ഒന്ന് പോവാൻ ഇറങ്ങി. അവർ അന്ന് പോവാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവർ അന്ന് തന്നെ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട്. അപ്പോൾ അവർ ഷെമി വന്നിട്ടുണ്ടായിരുന്നത് സ്കൂട്ടിയിലായിരുന്നു. അപ്പോൾ ഇവർ അളിയൻ ബുള്ളറ്റിലും ആയിരുന്നു. അപ്പോൾ 2 ട്രിപ്പായിട്ടാണ് പോകുന്നത്. അവൾ മുന്നിലേക്ക് പോയിട്ട് പിന്നെ ഇവർ ബാക്കിലായിട്ട് അങ്ങനെയാണ് പോകുന്നത്. അതാ അങ്ങനെ അവരെ യാത്രയൊക്കെ അയച്ചു. ഇന്നത്തെ ഒരു വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ല റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്